بين الرجاء والخوف قلبي طائر ومن اليقين النور بيض جوانحي فوق السحاب يطير حرا مدركا نسمو كماله للكون وجه آخر نحيا أنا صنعة أوجدتها يا باري وملكت فيها معصم الإيمان للحق والعدل التواصي بالجمال عبادة حسن التأمل بالإله وصال. Hello everyone, assalamu alaikum, welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So this video is all about ഞാൻ എൻ്റെ ടൈം കൂടുതൽ എങ്ങനെയാണ് പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ ലെസ് സ്ട്രെസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ആൻഡ് സം ഡേയ്സ് ആർ റിയലി ബിസി റൈറ്റ്. സോ അല്ലെങ്കിൽ സം വീക്സ് ആർ റിയലി ബിസി. ലൈക്ക് നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും 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 ചെയ്യുമ്പോൾ ഭയങ്കര ബോറടിക്കും, കുറച്ച് സ്ട്രെസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് ടോഡ്ലേഴ്സിൻ്റെയും കിഡ്സിൻ്റെ ഒക്കെ മദേഴ്സ് ആകുമ്പോൾ. സോ ഞാൻ എപ്പോഴും എനിക്കങ്ങനെ ഭയങ്കര സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് എന്നൊരു റെസ്റ്റ് എടുക്കും. ലൈക്ക് ലെഫ്റ്റ് ഓവർ ഫുഡ്സൊക്കെ വെച്ച് പതിയെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഫ്രീ ടൈം കുക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. കുക്കിങ്ങും ക്ലീനിങ്ങും മോൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി നോക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റില്ല. സോ അങ്ങനെയുള്ളൊരു ദിവസം ഞാൻ പ്ലാൻ ചെയ്ത് ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തും. എന്നിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും. സോ അങ്ങനെയുള്ളൊരു ഡേ ആണിന്ന്. ആൻഡ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഈ ഒരു പോട്ട് ഞാൻ റീസെൻ്റ്ലി ഡേയ്സോ ജപ്പാനിൽ നിന്ന് വാങ്ങിയതാണ്. നോട്ട് റീസെൻ്റ്ലി, ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 5 months. ആരോ പ്രീവിയസ് വ്ളോഗിൽ ഇട്ട സമയത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇടുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ആണിത്. 90 centimeter വരുന്ന ഒരു ഹോട്ട് പോട്ടാണിത്. ആക്ച്വലി ഇതൊരു സാൻഡ് പോട്ടാണ്. ജപ്പാനീസൊക്കെ കൂടുതലും അവരുടെ സൂപ്പ് പോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഡേയ്സോ ജപ്പാനിൽ പോയാൽ എല്ലാ ടൈമിലും അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 7:30 AM. 7 o'clock ഒക്കെ ആകുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഓഫീസിലൊക്കെ പോകും. പിന്നെ നമ്മൾ ഫുൾ ടൈം ഫ്രീ ആണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യും. ആൻഡ് അൽഹംദുലില്ലാ ബെഡൊക്കെ ക്ലീൻ ആൻഡ് നീറ്റാക്കി ഇട്ടു. അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ബേബി അബൂദ് എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ബനാന കേക്ക് ബേക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബേബി അബൂദിന് റീസെൻ്റായിട്ട് ബനാന കേക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഹോം മെയ്ഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ. സോ സേഫായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോൻ അങ്ങനെ തീരെ ഷുഗറിനോടൊന്നും വലിയ താല്പര്യമില്ല. ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒരു പരിധിയിലധികം കഴിക്കില്ല. സോ റീസെൻ്റായിട്ട് ഞാൻ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ഈ ഒരു ബനാന കേക്ക് കംപ്ലീറ്റ് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാതിരുന്നാൽ മതി. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബനാന കേക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് റെസിപ്പി ഇവിടെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ആൻഡ് 5 minutes കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ഈസി റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഈ സെയിം റെസിപ്പി ഞാൻ പ്രീവിയസ് വ്ളോഗിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടുള്ള ബനാന കേക്കാണ്. ഇത് ഓൾ പർപ്പസ് ഫ്ലോർ വെച്ചിട്ടുള്ള ബാർലി ഫ്ലോർ വെച്ചിട്ടുള്ള ഒരു ബനാന കേക്ക് റെസിപ്പിയാണ്. കംപ്ലീറ്റ് നാച്ചുറൽ ഷുഗറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ബനാനൻ്റെ ഷുഗർ തന്നെ ഈ ഒരു റെസിപ്പിയിൽ ധാരാളമാണ്. ഇനി കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷുഗറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 50 gram ആഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നല്ല റേപ്പായിട്ടുള്ള ഒരു 90% റേപ്പായിട്ടുള്ള ബനാന എടുത്തിട്ട് അതിലേക്ക് 2 egg ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് സൂത്തി ബ്ലെൻഡിങ് നടത്താം. ബിക്കോസ് ആ ബനാന ഒക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് പോയിക്കോട്ടെ. ബനാന കേക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മളിത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സൂത്തിങ് ആയിട്ട് ഈ ബനാന ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്ത് കഴിക്കുന്ന ബനാന കേക്ക് റെസിപ്പിയാണ് കുറച്ചുകൂടി ഇഷ്ടമായത്. ക്യൂബ്സ് ആയിട്ട് ബനാന അതിനകത്ത് കിടക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആ ഒരു നോർമൽ ബനാനൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്ത ബനാന കേക്കാണ് കുറച്ചുകൂടി നല്ലത്. സോ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ബാർലി ഫ്ലോർ ആണ്. 250 ml കപ്പിൽ 1.5 cup
ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സിന്നമൺ പൗഡറും 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും പിഞ്ച് സോൾട്ടും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തരിച്ചെടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സോ ആ ഒരു ഫ്ലോർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടി നമ്മളുടെ മിക്സ്ചർ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ല. ബ്ലെൻഡർ യൂസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ബാച്ച് ആയിട്ട് വേണമെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ബാച്ച് അല്ലാന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ബ്ലെൻഡർ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സ്പഞ്ച് കേക്ക് അല്ലാത്തത് കൊണ്ട് നമുക്ക് ബ്ലെൻഡർ വെച്ചിട്ട് മിക്സ് ചെയ്താലും കേക്ക് ഹാർഡായിട്ട് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നട്ട്സ് ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇഷ്ടമാണ് അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി വേയിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള എല്ലാ നട്ട്സും നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കറൻ്റ്ലി ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ നട്ട്സും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഓട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈക്ക് കുറച്ച് ഓട്സ്, ഒത്തിരി ഓട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് കുറച്ചുകൂടി റഫായി പോകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ അതിന് ശേഷം ഇതിൽ ആഡ് ചെയ്തത് കുറച്ച് സൺഫ്ലവർ സീഡ്, ഫ്ലെക്സ് സീഡ്, സിസമി സീഡ്, നമ്മളുടെ ആൽമണ്ട് സ്ലൈസസ് ഒക്കെയാണ്. ഇതിൻ്റെയൊക്കെ പൗഡേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഷുഗറിൻ്റെ പാർട്ടും സ്കിപ്പ് ചെയ്യാം. ഈ ഒരു സീഡുകളൊക്കെ റഫായിട്ട് ഇടുന്നതും സ്കിപ്പ് ചെയ്യാം. നമുക്കത് ജസ്റ്റ് വറുത്തിട്ട് പൊടിച്ചതിന് ശേഷം ആ ഒരു പൊടി ഈ ഒരു കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഒരുപാട് റഫായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചിലപ്പോൾ റഫായി പോകാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ഇതുപോലെ നമ്മൾ മോൾഡിലേക്ക് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്കതിൻ്റെ മുകളിൽ ഇതുപോലെ നിങ്ങളെ കയ്യിലുള്ള നട്ട്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അത്രയും ഹെൽത്തി ആയിട്ടുള്ള നട്ട്സൊക്കെ ബോഡിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള എല്ലാ നട്ട്സും ഇതിലൊന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. നമ്മളുടെ എയർ ഫ്രയറിലാണ് ഞാൻ ഈ ഒരു കേക്ക് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ എയർ ഫ്രയർ പ്രീ ഹീറ്റിലിടുന്ന ആ ഒരു ടൈം മാത്രമേ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് എയർ ഫ്രയറിലിട്ടിട്ട് 150 ഡിഗ്രിയിൽ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. വളരെ ഈസി ആൻഡ് സിമ്പിൾ ഹെൽത്തി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബനാന കേക്ക് റെസിപ്പിയാണ്. ബേക്കിംഗ് ഒക്കെ ശരിക്കും ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇപ്പോൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ടൈം ഹാൻഡിൽ ചെയ്യുമ്പം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അതിൽ സെലക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഇപ്പം ഞാൻ ശരിക്കും ബേക്കിംഗ് എൻജോയ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് ഒക്കെ ഏകദേശമായപ്പോൾ ബേബി അബൂദ് എണീറ്റിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ആക്ച്വലി സ്മെൽ സോ ഗുഡ്. ഇതിൽ ഒരു വനില എസൻസിൻ്റെ സ്മെല്ലാണോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബനാനൻ്റെ സ്മെല്ലാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. സിന്നമൺ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. കൂടുതലും ഒരുപാട് ആൾക്കാരൊന്നും സിന്നമൺ പൗഡർ ആഡ് ചെയ്യാറില്ല. ബട്ട് സിന്നമൺ പൗഡർ ആഡ് ചെയ്താൽ ഈ ഒരു കേക്കിന് വല്ലാത്തൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മോൾഡിൽ ഡോ പോർ ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പം നമുക്ക് കേക്ക് നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടും. അങ്ങനെ ക്രാക്കായിട്ട് പോകാനൊന്നും ചാൻസ് ഇല്ല. ബട്ടർ പേപ്പർ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മിനിമം ഒരു 15 to 20 മിനിറ്റ്സ് ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് തണഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. മാക്സിമം കൂൾ ഡൗൺ ആയതിൻ്റെ ശേഷം മാത്രം കട്ട് ചെയ്യുക. കൂൾ ഡൗൺ ആവാണ്ടാണ് നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കേക്ക് ക്രാക്കായിട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ബനാനൻ്റെ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് സ്മെൽ സോ ഗുഡ്, ടേസ്റ്റ് ഓൾസോ ഗുഡ്. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്ന കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഇത് അറൗണ്ട് ഒരു 4 to 5 ഡേയ്സ് വരെ ചീത്ത ആവാണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. റൂം ടെമ്പറേച്ചറിലല്ല, കുറച്ച് ഹോട്ടായിട്ടുള്ളൊരു ടെമ്പറേച്ചറിലാണ് ഇത് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നില്ല. മാക്സിമം 3 to 4 ഡേയ്സ് ആണ്. സോ ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് അത്യാവശ്യം ഒരു 1 വീക്ക് വരെയൊക്കെ എങ്ങനെയും ലാസ്റ്റ് ചെയ്തിട്ട് പോവും. ആൻഡ് ഫൈനലി നമ്മളിത് സ്റ്റോർ ചെയ്യുകയാണ്. സ്റ്റോർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മൊത്തത്തിൽ ചൂട് പോയതിൻ്റെ ശേഷം മാത്രം ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ ചൂട് കയറിയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലിരിക്കും. അപ്പോൾ കേക്ക് പെട്ടെന്ന് ചീത്തയായി പോകാനും ചാൻസ് കൂടുതലാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അൽഹംദുലില്ലാ, പെർഫെക്റ്റ്ലി ഡൺ.
2 to 3 പീസസ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബേബി അബൂദിന് ടീ ടൈമിൽ കൊടുക്കാം. ഇറ്റ് ലുക്ക് സോ ഗുഡ് ആൻഡ് പെർഫെക്റ്റ്, അൽഹംദുലില്ല. ആൻഡ് ഇറ്റ്സ് അറൗണ്ട് 8:30 AM. ഇറ്റ്സ് ടൈം ടു ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇന്നൊരു പ്രൊഡക്റ്റീവ് ആൻഡ് സ്ട്രെസ് ഫ്രീ ഡേ ആണല്ലോ. അതുകൊണ്ട് എഗ്ഗ് ബോയിൽ ആവട്ടെ, ആ ഒരു ടൈമിൽ ഞാൻ എനിക്കൊരു കാര്യം കാണിച്ചു തരാം. റീസെൻ്റ്ലി ഞാൻ ഡേ ടു ഡേയിൽ ഒരു മോൾഡ് വാങ്ങാൻ വേണ്ടി മാത്രം കയറിയ സമയത്ത് എനിക്ക് ഈ ഒരു സെറാമിക് പോട്ട് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാട്ടോ. സൂപ്സ് റിയലിൻ്റെ ഇറ്റ്സ് റിയലി ഗുഡ്, നല്ല ക്വാളിറ്റി ആയിരുന്നു. ആക്ച്വലി നമ്മൾ ഡേയ്സോ ജപ്പാനിൽ പോലും ചില സമയങ്ങളിൽ ഡേ ടു ഡേയിൽ കിട്ടുന്ന അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവാറില്ല. ആൻഡ് ഈ ഒരു മഗ്ഗും നല്ല ഡീപ്പ് ആൻഡ് വൈഡ് ആയിട്ട് വരുന്ന ഒരു മഗ്ഗാണ്. ഇതിന് രണ്ടിനും അറൗണ്ട് ഒരു 10 dirhams താഴെ വരുന്നുള്ളൂ. ആൻഡ് ബോത്ത് ആർ റിയലി ഗുഡ്. ഡേ ടു ഡേന്ന് ഞാൻ പർച്ചേസ് ചെയ്ത സെറാമിക് പോട്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാട്ടോ. അതുകൊണ്ട് പെട്ടെന്നൊന്നും താഴെ വീണാൽ പൊട്ടിപ്പോവാത്ത ഒരു മെറ്റീരിയലാണ്. ആൻഡ് നമുക്ക് ക്വിക്കായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വീക്കിലി ഒരു 3 to 4 days മാത്രമേ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൂടുതൽ ദിവസങ്ങളും ഉണ്ടാക്കാറ്. മോർണിംഗ് നല്ല ടയേർഡായിട്ട് അല്ലെങ്കിൽ ലേസി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഒരു കോഫി നല്ലതാട്ടോ. ഇന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുക്ക് ചെയ്യാനൊന്നുമില്ല. ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ പ്രൊഡക്റ്റീവായിട്ട് ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉറങ്ങാണ്ടിരിക്കുക എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാനില്ലാണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യും. സോ എനിക്ക് എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റി ആൻഡ് സ്ട്രെസ് ഫ്രീ ഒരു ഡേ ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു കോഫി മസ്റ്റാണ്. സോ കോഫി കഴിക്കുമ്പോൾ കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യും ആൻഡ് എല്ലാ കാര്യങ്ങളും കുറച്ച് ക്വിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽ ചെയ്യും ആൻഡ് ഉറക്കവും പോവും. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു 2 minute കോഫി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം. ഞാനൊരു ഷുഗറി പേഴ്സൺ അല്ലാത്തതുകൊണ്ട് ഷുഗർ ഒന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കോഫിയിലേക്ക് ഞാൻ പെയർ ചെയ്യുന്നത് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്ത ബ്രെഡും 2 ബോയിൽഡ് എഗ്സുമാണ്. ആൻഡ് ക്വിക്ക് ആൻഡ് ഈസി ഹാപ്പി ടമ്മി ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനൊരു പീനട്ട് ബട്ടർ പേഴ്സണേ അല്ല, പക്ഷെ ചില സമയത്ത് നമുക്കൊരു ക്രേവിങ്സ് ഉണ്ടാവില്ലേ എന്തൊക്കെയോ കഴിക്കാൻ. അപ്പം അങ്ങനെ എനിക്കൊരു ക്രേവിങ്സ് വരുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാട്ടോ ഈ ഒരു പീനട്ട് ബട്ടർ. ആൻഡ് റീസെൻ്റ്ലി ഞാനൊരു 5 minute ബ്രേക്ക്ഫാസ്റ്റ് ഒബ്സഷൻ പേഴ്സൺ ആണ്. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും 5 minute കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന്. ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ 5 minute എന്നൊക്കെ കാണിക്കും, പക്ഷെ അത് പ്രിപ്പയർ ചെയ്യാൻ അത്യാവശ്യം ഒരു 1/2 hour ഒക്കെ വേണ്ടി വരും. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സിമ്പിൾ ആൻഡ് ഈസി ക്വിക്ക്, ഹെൽത്തി അല്ല. പീനട്ട് ബട്ടർ ഓഫ് കോഴ്സ് ഇറ്റ്സ് നോട്ട് ഹെൽത്തി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് മോനും കൂടി കൊടുക്കും കേട്ടോ. സോ ഒക്കെ ഡബിളാണ് ഉണ്ടാക്കിയത്. ചില സമയങ്ങളിൽ മോൻ കഴിക്കും, ചില സമയത്ത് കഴിക്കൂല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു 5 to 10 minutes ഉണ്ടല്ലോ, ആ ഒരു 10 minutes ഞാൻ ദ ഹോൾ ഡേ പ്ലാൻ ചെയ്യും. ലൈക്ക് അതിൽ കൂടുതലും ഡെയിലി ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൽ. അപ്പോൾ ഡെയിലി ചെയ്യാത്ത ഒരു കാര്യമാണ് ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വുഡൻ ഐറ്റംസൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്ത് വെക്കുന്നതാണ്. വുഡൻ ഐറ്റംസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു പ്രോസസ്സ് വുഡൻ പ്രൊഡക്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്ലി വൺസ് എങ്കിലും അല്ലെങ്കിൽ ഒരു 2 months കൂടുമ്പോഴെങ്കിലും നിങ്ങൾ വുഡൻ പ്രൊഡക്ട്സ് ഓയിൽ ചെയ്യണം. എന്നാലാണ് അത് പ്രോപ്പർ ഒരു വേയിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ഓയിലിംഗ് പ്രോസസ്സ് ഈ ഒരു വുഡൻ പ്രൊഡക്ട്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ലൈഫ് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു കാര്യം ഞാൻ മാക്സിമം ഒരു 2 months വൺസോ ട്വൈസോ എങ്കിലും ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. 1.5 year ബാക്ക് സ്റ്റേഷനറി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു വുഡ് ഓയിലാണ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കുറച്ചധികം വുഡൻ ഓയിലും ലൈക്ക് 2 tablespoon വുഡൻ ഓയിലാണെന്നുണ്ടെങ്കിൽ 1 tablespoon നോർമൽ ഓയിൽ വെച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്കൊരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ടിഷ്യൂ ക്ലോത്ത് വെച്ചിട്ടോ നിങ്ങൾക്ക് മൊത്തത്തിൽ നമ്മളുടെ വുഡൻ പ്രൊഡക്ട്സ് നന്നായിട്ടൊന്ന് വാനിഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണും നമ്മളിത് വാനിഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടച്ചപ്പ് ചെയ്യുന്ന സമയത്ത് വാനിഷ് ചെയ്യാത്ത പ്രൊഡക്റ്റും വാനിഷ് ചെയ്ത പ്രൊഡക്റ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇങ്ങനെ വാനിഷ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഈ വുഡ് ഓയിലിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കുകയും അതിൻ്റെ ഹെൽത്ത് കുറച്ചുകൂടി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ ഈ ഒരു മെത്തേഡ് ആക്ച്വലി ബെസ്റ്റാണ് കേട്ടോ. ഇത് വുഡൻ പ്രൊഡക്ട്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും.
ഈ വുഡൻ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് പേജിൽ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഇത് പർച്ചേസ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഓയിൽ ചെയ്ത് കുറച്ചൊരു 1 hour അല്ലെങ്കിൽ 2 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, എന്നിട്ട് മാത്രം യൂസ് ചെയ്യാമെന്ന്. നമ്മളിൽ കൂടുതൽ ആൾക്കാരും അത് നോട്ടീസ് ചെയ്യാറുമില്ല, അത് റീഡ് ചെയ്യാറുമില്ല. ഇനിയിപ്പോൾ റീഡ് ചെയ്താൽ തന്നെ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാറുമില്ല. പക്ഷേ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് എനിക്ക് എൻ്റെ വുഡൻ പ്രൊഡക്ട്സൊക്കെ ഒരുപാട് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ അതിനുശേഷം ഞാൻ എപ്പോഴും ഇതുപോലെ ഒരു 1 monthിലോ അല്ലെങ്കിൽ 2 monthിലോ എൻ്റെ എല്ലാ വുഡൻ പ്രൊഡക്ട്സും എടുത്തിട്ട് നന്നായിട്ട് വുഡ് ഓയിലൊക്കെ തേച്ചിട്ട് റെസ്റ്റ് ചെയ്ത് ഒരു ഹോൾ ഡേ റെസ്റ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് നെക്സ്റ്റ് ഡേ ഞാനിത് ജസ്റ്റ് ഒരു മൈൽഡായിട്ടുള്ള സോപ്പ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയും. അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഈ ഒരു 2 to 3 years ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വുഡൻ ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, യൂട്യൂബൊക്കെ അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടും. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഇത് ഓയിലൊക്കെ ചെയ്ത് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈഫ് ടൈം കുറച്ച് കൂടും. മാത്രമല്ല കൂടുതലും വുഡൻ പ്രൊഡക്ട്സ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേയിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്കേജ് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു പരിധിയിലധികം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിപ്പോവാനും അല്ലെങ്കിൽ ക്രാക്ക് പോലുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കണ്ടോ, ഈ ഒരു ഓയിൽ ചെയ്തതിന് ശേഷം 2 പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര റഫായിട്ടിരിക്കും. ഓയിൽ ചെയ്യാത്ത പ്രൊഡക്റ്റ്, ഓയിൽ ചെയ്ത പ്രൊഡക്റ്റ് ആണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഇരിക്കും. സോ മാക്സിമം വുഡൻ ഐറ്റംസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസോ അല്ലെങ്കിൽ 2 month കൂടുമ്പോൾ വൺസെങ്കിലും ഇതുപോലെ വുഡൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഓയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് എൻ്റെ ഫസ്റ്റ് വുഡൻ കട്ടിംഗ് ബോർഡ്. ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ അറൗണ്ട് ഒരു 2 years ബാക്ക് വാങ്ങിയതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഒരു ബ്രേക്കേജ് പ്രോബ്ലം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കാലം ഓയിലൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് പിന്നെ അത് പൊട്ടി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രാക്കിംഗ് ഇഷ്യൂ വരുന്നത് എന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടതാണ്. നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള വേല അത് കീപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്രാക്കിംഗ് ഇഷ്യൂ വരുന്നത്. അതും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ ഒരു വുഡൻ ട്രേ കൂടിയായിരുന്നു അത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നന്നായിട്ട് ഓയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ പ്രൊഡക്ട്സും. ഇനിയിപ്പോൾ ഇത് ഹോൾ ഡേ ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, ഈ ഓയിലൊക്കെ നന്നായിട്ട് വുഡിലേക്ക് അബ്സോർബ് ആവട്ടെ. എന്നിട്ട് ടുമാറോ നമുക്കിത് മൊത്തത്തിലൊന്ന് മൈൽഡായിട്ടുള്ള സോപ്പിൽ വാഷ് ചെയ്തിട്ട് എടുക്കാം. ഇൻഷാല്ലാ ആ ഒരു പ്രോസസ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മന്ത്ലി വൺസോ ട്വൈസോ ഒക്കെ ഞാനിതുപോലെ ക്ലീൻ ചെയ്യുന്ന വേറൊരു സാധനമാണ് നമ്മളുടെ എയർ ഫ്രയറിൻ്റെ ട്രേ. സോ എൻ്റെ എയർ ഫ്രയർ ന്യൂട്രി കുക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ 5.5 liters വരുന്ന ഒരു എയർ ഫ്രയറാണ്. അറ്റ്ലീസ്റ്റ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു എയർ ഫ്രയറാണ്. ഇതിൽ എന്ത് കുക്ക് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു എയർ ഫ്രയർ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു ഇഷ്യൂ ഒന്നും എൻ്റെ എയർ ഫ്രയറിൽ ഉണ്ടാവാറില്ല. വളരെ റെയറായിട്ട് ഒരുപാട് ഫുഡ് ഒക്കെ ഒരുപാട് ടൈം വെച്ച് കുക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതുപോലെ വളരെ ഡേർട്ടി ആയിട്ട് ഇരിക്കാറുള്ളൂ. മാക്സിമം ഞാൻ സ്പോട്ടിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് കുക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 to 15 minutes ഇത് കൂൾ ഡൗൺ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അയേൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ചൂട് വിട്ടുമാറൂല. അതുകൊണ്ട് നമ്മളുടെ കൈയൊക്കെ ബേണായി പോകാനും ചാൻസ് കൂടുതലാണ്. സോ ഈ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് എയർ ഫ്രയർ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ ആൾക്കാരും ബട്ടർ പേപ്പർ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് എയർ ഫ്രയർ ട്രേയിലേക്ക് ഫുഡ് വെച്ച് കൊടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു പ്രോസസ്സാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ എയർ ഫ്രയർ ട്രേ പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകാനും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമുക്ക് അത് കീപ്പ് ചെയ്യാനും ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റൂല. ഏതൊരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ടൈമും അത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ച് തന്നെയാണ്. അതിൽ ക്വാളിറ്റിക്ക് വലിയ രീതിയിലൊരു ഇമ്പോർട്ടൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ മെസ്സി ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തായി പോകാനും ചാൻസ് കൂടുതലാണ്. ഇന്ന് ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്യാനില്ല, ലെഫ്റ്റ് ഓവർ ഫുഡൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഈ ഒരു ടൈം എനിക്ക് മാത്രമുള്ള ടൈമാണ്. ബേബി അബൂദ് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി. അവൻ്റെ നാപ്പ് ടൈമിൽ ഞാനിതുപോലെ എന്തെങ്കിലുമൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും. കറൻ്റ്ലി ഞാൻ റീഡ് ചെയ്യുന്ന കുറച്ച് ബുക്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ചധികം റീഡ് ചെയ്യുന്ന ബുക്കാണ് ഈ ഒരു ബുക്ക്, ഖസസുൽ അംബിയ. ഇത് ആക്ച്വലി ഖസസുൽ അംബിയൻ്റെ ചെറിയൊരു എല്ലാ ഭാഗങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിൻ്റെ
ഒറിജിനൽ ബുക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ബിഗ് വൺ ആണ്. സോ ആ ബുക്ക് കിട്ടുകയാണെങ്കിൽ അത് വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളുടെ ഇസ്ലാമിലെ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് ചരിത്രം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഒരു മുഅ്മിൻ എന്ന നിലയിൽ ഈ ബുക്ക് വായിച്ചിരിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ബുക്കിലുള്ള ഒരു ബുക്കാണിത്. ഈ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ അറൗണ്ട് ഒരു 2.5 hours ആ ഒറ്റ ഇരുത്തത്തിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഞാൻ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 to 4 ബുക്സ് കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഇത് നമ്മൾ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിന് 2023 വാങ്ങിയതാണ്. ഇപ്പോൾ അറൗണ്ട് ഒരു 1 year ആയി. ഇപ്പോൾ ഷാർജ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീക്ക് നമ്മളും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് വാങ്ങിയ ബുക്ക് മൊത്തം റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഭാഗം 1 ഇറ്റ്സ് റിയലി ഗുഡ്. വിശുദ്ധ ഖുർആനിലെ 360 കഥകൾ. കറൻ്റ്ലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഹദീസുകളാണ്. ആ ബുക്കുകൾ നിങ്ങൾക്ക് പിന്നെ പരിചയപ്പെടുത്തി തരാം. ആൻഡ് ഇത് ഭാഗം 2, ഇത് ഭാഗം 3. അപ്പോൾ ഇത് രണ്ടും കൂടി റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടൊരു കുഞ്ഞ് ക്ലാസ് എടുക്കണം ഇൻഷാ അല്ലാഹ്. ഇത് വീട്ടിലൊക്കെ പീരീഡ്സൊക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള പുസ്തകങ്ങൾ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫോണിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ഇതുപോലുള്ള ബുക്സ് റീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്ക്രീൻ ടൈമൊക്കെ കുറയ്ക്കാനും മൈൻഡ് റീഫ്രഷ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഈ 2 ബുക്കാണ് ഞാനിപ്പോൾ റീസെൻ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം കഴിയാറായി. ഇത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം വേണം എനിക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. ഈ ബുക്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റും. ഈ ഒരു ബുക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹദീസ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിത്യജീവിതത്തിലെ ദിക്റും ദുആകളും ഖുറാനിലും ഹദീസിലും. ആൻഡ് ഈ ഒരു ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് ഞാൻ വേറെ മുസ്ലിം ഇമാമിൻ്റെയും ബുഖാരി ഇമാമിൻ്റെയും ഹദീസ് ബുക്കുകൾ വാങ്ങുന്നതും അത് വായിക്കുന്നതും. ഹദീസുകൾ പഠിക്കാൻ ഒരുപാട് ആൾക്കാർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് ബുക്കൊക്കെ കിട്ടലെന്ന് എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്. സോ നിങ്ങൾ DC ബുക്സിലോ അല്ലെങ്കിൽ ജുമാർട്ടിലോ അല്ലെങ്കിൽ തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഹദീസ് ബുക്കുകൾ കിട്ടും. ഇങ്ങനത്തെ ബുക്കുകൾ വായിക്കുന്നതിലും മുന്നേ ഹദീസ് ഡീപ്പായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാം ബുഖാരിൻ്റെതോ അല്ലെങ്കിൽ മുസ്ലിം ഇമാമിൻ്റെ ഒക്കെ ഹദീസ് ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് വായിക്കാം. ട്രാൻസ്ലേഷൻ അടക്കമുള്ളത് കിട്ടും. അപ്പോൾ ഈ ബുക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ദിക്റുകളും ദുഹാകളും അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞ് ഹദീസ് ബുക്കുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ഹദീസ് ബുക്കുകളിലേക്ക് എത്തുന്നതും നല്ലതാണ്. ഇതിലൊരുപാട് ദുആകളുണ്ട് ഇൻക്ലൂഡിങ് ഹദീസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് ദുആകൾ പറയുന്ന ഒരു ബുക്കാണിത്. 100 ദിർഹംസിൻ്റെ താഴെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ പോയിട്ട് നിങ്ങളത് വാങ്ങിക്കുക. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് DC ബുക്സിലും അതുപോലെ തന്നെ തിരുരങ്ങാടി ബുക്ക് സ്റ്റാളിലും മമ്പുറം ബുക്ക് സ്റ്റാളിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ അവൈലബിൾ ആണ്. സ്ട്രെസ്സാവുന്ന സമയത്ത് പ്രൊഡക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമുക്കതൊരു സ്ട്രെസ് ഫ്രീ ലൈഫ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ടൈമിൽ പറ്റും. ആൻഡ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബേബി അബൂദിനെയും കൂട്ടിയിട്ട് ക്വിക്കായിട്ടുള്ളൊരു ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്രോസറി പർച്ചേസിന് നമ്മൾ കൂടുതലും നെസ്റ്റോയിലാണ് പോവല്. നമുക്ക് നെസ്റ്റോ ആണ് വാക്കിംഗ് ഡിസ്റ്റൻസിലുള്ളത്. സോ പോകുന്ന വഴിയേ മോന് ഒരുപാട് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടുതലും അതിൽ ടോയ്സ് ആയിരിക്കും, ലൈക്ക് കാർസ്. സോ നമ്മൾ സംസാരിച്ച് വളരെ പതിയെ ഈവനിങ് ടൈമിലൊക്കെയാണ് ഇപ്പോൾ ഗ്രോസറി വാങ്ങാൻ പോകുന്നത്. ബിക്കോസ് ക്ലൈമറ്റൊക്കെ അൽഹംദുലില്ലാ നല്ല ചേഞ്ചായി. പുറത്ത് പോകുന്ന സമയത്ത് നമുക്കങ്ങനെ ടയേർഡൊന്നും ഫീൽ ചെയ്യില്ല. ആൻഡ് യാ ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ടു ദോസ് ഹു ആർ വാച്ചിങ് ടിൽ ദ എൻഡ്.